ആലോചിച്ചിട്ട് ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല അമ്മേ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കാർത്തികിന്റെ കുടുംബത്തിന് മനസ്സിലായി കാണും. ഇനി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇറങ്ങിക്കൂടെ? നീ ഒരു ആഗ്രഹം പറഞ്ഞു, അത് സാധിച്ചു തരാൻ വന്നു. അതിനർത്ഥം ഈ നാട്ടിൽ വേറെ പെണ്ണില്ലാന്നല്ല. അയ്യോ, അങ്ങനൊന്നും പറയരുത്. ഇവള് അങ്ങനെ ധിക്കാരമായിട്ട് പറഞ്ഞതല്ല. മനസ്സിലായി സുജാതെ, പറഞ്ഞത് കുറച്ചാണെങ്കിലും ഞങ്ങൾക്ക് മറുപടി കൃത്യമായിട്ടുണ്ട്. നമുക്ക് ഇറങ്ങണ്ടേ? എന്തായാലും നമ്മളൊക്കെ അടുത്തുണ്ടല്ലോ. ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ഇറങ്ങുന്നുണ്ടോ? കാർത്തിക്, സോറി കാർത്തിക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അവരെ കൂട്ടി വരണ്ടായിരുന്നു. അവരെ വിഷമിപ്പിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ തന്റെ കാര്യത്തിൽ എന്റെ മറുപടിക്ക് ഒരിക്കലും മാറ്റം വരില്ല. ഞാൻ കരുതിയത് നിങ്ങളൊക്കെ അല്പെങ്കിലും എന്നെ മനസ്സിലാക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നോക്കണം. ഈ നിത്യേച്ചി എന്താ അമ്മ എങ്ങനെയൊക്കെ പെരുമാറുന്നേ? അവൾ എന്ത് ചെയ്യുന്നതും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? നമ്മളെക്കുറിച്ചാണ് അവളുടെ പേടിയൊക്കെ. അമ്മ, കാലം വേഗം വേഗം കടന്നു പോകുമമ്മ. ഇനി എപ്പോഴാ? അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ശരവണ. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. മധുര നൊമ്പര